ഇന്ത്യ പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ധാരണയായി. നല്ല കാര്യം, ഒരു സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധവും സംഘർഷവും അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്നാൽ ഇന്ത്യയുടെ അഭിമാനം അടിയറവ് മറ്റൊരു രാജ്യത്തിന് മുമ്പിൽ അടിയറവ് പറഞ്ഞുകൊണ്ടാവരുത്. ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ വ്യോമ, നാവിക, കരസേന നടപടികളെല്ലാം നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയായെന്ന് വിദേശകാര്യമന്ത്രി സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഈ വിവരങ്ങൾ. വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധറും പ്രഖ്യാപിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ധാരണയായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രഖ്യാപനം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് സമ്മതിച്ചെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരു രാഷ്ട്രങ്ങളുമായി സംസാരിച്ചതാണ് നിർണായകമായതെന്ന് വെളിവാക്കപ്പെടുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായും പാക് സൈനിക മേധാവിയുമായും മാർക്കോ റൂബിയോ സംസാരിച്ചിരുന്നുവെന്നത് ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ധാരണയായതെന്ന് ട്രംപ് ഇന്നലെ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഹാൻഡിലിൽ, മുമ്പത്തെ നമ്മുടെ ട്വിറ്ററിൽ കുറിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണെന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3:35 പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞതാണ് ഇക്കാര്യം. പിന്നീട് കരയിലോ വായുവിലോ കടലിലോ സൈനിക നടപടികൾ ഉണ്ടാകില്ലെന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയുണ്ടായെന്നും വൈകുന്നേരം 5 മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിനായി ഇടപെട്ടിട്ടില്ലെന്നും വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ പാകിസ്ഥാൻ വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ചെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും US വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയുടെയും അവകാശം തള്ളി കേന്ദ്ര സർക്കാർ. ഒരു മധ്യസ്ഥന്റെയും ഒരു സമീപം ഇന്ത്യ സർക്കാരിന് വേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്. വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ച പാകിസ്ഥാനുമായി നേരിട്ടാണ് നടത്തിയതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളതാണ്. വെടിനിർത്തൽ സംബന്ധിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ പ്രതികരണത്തിലോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പിലോ ചർച്ചകളിൽ മൂന്നാം കക്ഷി പങ്കാളിയായി പറഞ്ഞിട്ടില്ല. ഒരു നിഷ്പക്ഷ സ്ഥലത്ത് ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുമെന്ന് മാർക്ക് റൂബിയുടെ അവകാശവാദം നിഷേധിച്ച വിദേശകാര്യ മന്ത്രാലയം മറ്റേതെങ്കിലും സ്ഥലത്ത് മറ്റു വിഷയങ്ങളിൽ ചർച്ച നടത്താൻ തീരുമാനമുണ്ടായിട്ടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് പിന്നാലെ വീണ്ടും പാകിസ്ഥാൻ കരാർ ലംഘിച്ചതായി ഇന്ത്യ പറയപ്പെടുന്നതല്ല, അത് സത്യം തന്നെയാണ്. ഈ കരാർ നിലവിൽ വന്നതിന് ശേഷവും, രണ്ട് രാജ്യങ്ങളും അംഗീകരിച്ചതിന് ശേഷവും പാകിസ്ഥാൻ ഇന്നലെ കരാർ ലംഘിച്ച് വളരെ വൈകിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഷെല്ലാക്രമണങ്ങളും മിസൈലാക്രമണങ്ങളൊക്കെ ഇന്നലെ കാശ്മീരിലും ശ്രീനഗറിലും പഞ്ചാബിലും ഒക്കെയായി ഉണ്ടായി. അതിനെ നമ്മുടെ ഇന്ത്യൻ സൈനികം എതിർക്കുകയും ചെയ്തു, വളരെ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പോൾ
ഇന്നലെ വൈകിട്ട് 5 മണിയോടെ നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ തുടർച്ചയായി ലംഘിച്ചു. ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയതായി പാക് നടപടിയെ അപലപിച്ചുകൊണ്ട് വിക്രം മിസ്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചെന്ന വിവരം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ആദ്യം സർക്കാരിനെ അറിയിച്ചത്. തുടർന്ന് ഇരു രാജ്യങ്ങളിലെയും സേനകളിലെ DGMOമാർ വീണ്ടും സംഭാഷണം നടത്തി. വിഷയത്തിന്റെ ഗൗരവം ഇരു രാജ്യങ്ങളും മനസ്സിലാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ നിലയിലുള്ള പ്രകോപനം തുടരുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയതെന്ന് വിദേശകാര്യമന്ത്രി വിക്രം മിസ്രി അറിയിച്ചത്. ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ ധാരണ ലംഘിച്ചിട്ടില്ലെന്ന് പാക് വാർത്താ വിനിമയ മന്ത്രി അത്താവുള്ള തറാറാണ് ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം വിമാന സർവീസ് പാകിസ്ഥാൻ പുനരാരംഭിച്ചെന്നും സൂചനയുണ്ട്. പാക് വ്യോമ മേഖലയിൽ വിമാനങ്ങളുടെ സാന്നിധ്യം കാണുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയായെങ്കിലും പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് സ്വീകരിച്ച കടുത്ത നടപടികളിൽ ഇന്ത്യ പിന്നോട്ട് പോയില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സിന്ധു നദീതട കരാർ മരവിപ്പിച്ചതടക്കം പാകിസ്ഥാനെതിരായ നിലപാടുകൾ ഇന്ത്യ തുടരുമെന്നും ഭീകരവാദത്തോട് കർശന നിലപാട് സ്വീകരിക്കുമെന്നും നമ്മുടെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകരാക്രമണങ്ങളോട് പ്രതികരിക്കുന്നതിൽ മുൻ UPA സർക്കാർ നിഷ്ക്രിയത്വം കാണിച്ചുവെന്ന BJPയുടെ ആരോപണങ്ങളെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഐക്യത്തിന്റെ സന്ദേശം നൽകുന്നതിന് പകരം രാഷ്ട്രീയം കളിക്കാനുള്ള സമയമാണോ ഇത് എന്ന് ഭരണകക്ഷിയും സർക്കാരും വ്യക്തമാക്കണമെന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഈ ശ്രമം അപലപനീയമാണെന്നും ശശി തരൂർ വിമർശിച്ചു. BJP നടപടി ഉചിതമോ പക്വതയുള്ളതോ അല്ലെന്ന് പറഞ്ഞ ശശി തരൂർ പോസ്റ്റ് നീക്കം ചെയ്യാൻ BJPയെ ടാഗ് ചെയ്തുകൊണ്ട് എക്സിൽ കുറിച്ചു. ഈ സമയം രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല, സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ ആവശ്യമില്ലേ എന്നും കോൺഗ്രസിന്റെ മീഡിയ വക്താവ് പബ്ലിസിറ്റി വിഭാഗം മേധാവി പറഞ്ഞു. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ വെടിനിർത്തൽ കരാർ നിലവിൽ കൊണ്ടുവന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും വളർത്തട്ടെ. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്കും വളരെ ആശങ്കയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ അധിനിവേശ കാശ്മീരിലും ജനങ്ങൾക്കും വളരെയധികം ആശങ്കയോടുകൂടി തന്നെയാണ് അവർ ആ നഗരം വിട്ട്, ശ്രീനഗർ പോലുള്ള സ്ഥലങ്ങൾ വിട്ട് ദൂരേക്ക് മാറിപ്പോയി താമസിച്ചത്. ഇപ്പോൾ എന്തായാലും വെടിനിർത്തൽ കരാർ രണ്ടു രാജ്യങ്ങളും അംഗീകരിച്ചതോടുകൂടി ഈ ശ്രീനഗർ പൂഞ്ച് മേഖലയിൽ നിന്ന് ബാരാമുള്ള പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലം വിട്ട് ദൂരേക്ക് പോയ ജനങ്ങളെ തിരികെ അവിടെ എത്തി സാധാരണ ജനജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കട്ടെ. ഈ വെടിനിർത്തൽ രണ്ടു രാജ്യങ്ങളും അംഗീകരിച്ചതിനെ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ അവിടെ നിന്ന് മാറിപ്പോയ ജനങ്ങൾ, വളരെ ഭീതിയോടെ അവിടെ നിന്ന് മാറിപ്പോയ ജനങ്ങൾ തിരികെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ഇതുപോലുള്ളൊരു സംഘർഷാവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. സംഘർഷാവസ്ഥ ഉണ്ടായാൽ ആ പ്രദേശത്ത് മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ ഇന്ത്യയെ മുഴുവനായിരിക്കും, അതുപോലെ പാകിസ്ഥാനെയും മുഴുവനായിരിക്കും ബാധിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ആയിരിക്കും തീർച്ചയായും ഒരുപാട് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊരു സംഘർഷാവസ്ഥ ഇരു രാജ്യങ്ങളും അവസാനിപ്പിച്ച് ഒരു ശാന്തിയും സമാധാനവും നമ്മുടെ ഇന്ത്യയിലും ലോകത്തും കൊണ്ടുവരട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ഈ വെടിനിർത്തൽ കരാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ നമസ്കാരം.